കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പരയിൽ നിർണായക നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കൂട്ടക്കൊലപാതകം നടന്നുവന്ന വെളിപ്പെടുത്തലിൽ മണ്ണ് നീക്കിയുള്ള രണ്ടാം ഘട്ട പരിശോധന പുരോഗമിക്കുകയാണ്. നേത്രാവതി പുഴയോരത്തായിരുന്നു ഇന്നലെ തെരച്ചിൽ നടത്തിയതെങ്കിൽ ഇന്ന് വനമേഖലയോട് ചേർന്നാണ് തെരച്ചിൽ. ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വനമേഖലയിൽ മാത്രം 10 ഇടങ്ങളിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. SIT ತನಿಖೆಗೆ ಕಳಿಸಿದಂತ ನನಗೆ ಸಂತೋಷ ಆಗಿದೆ. ಅದರ ಜೊತೆಗೆ ನನ್ನ ಮಗಳಿಗೂ ಕೂಡ ತನಿಖೆ ಆಗಬೇಕು, ನನಗೆ ನ್ಯಾಯ ಸಿಗಬೇಕು. ಇಲ್ಲಿ ಆದಂಥ ಎಷ್ಟು ವರ್ಷದಿಂದ ಆದಂಥ ಮಕ್ಕಳ ಅತ್ಯಾಚಾರ ಮಾಡಿ ಕೊಲೆ ಮಾಡಿದಂಥ ಮಕ್ಕಳಿಗೆ ಕೂಡ ಇದರಲ್ಲಿ ನ್ಯಾಯ ಸಿಗಬೇಕು. ಅದರ ಜೊತೆಗೆ ನನ್ನ ಮಗಳಿಗೂ ಕೂಡ ನ್ಯಾಯ ಸಿಗಬೇಕು. ಇದು ತನಿಖೆ ಮಗಳದು ಕೂಡ ತನಿಖೆ ಆಗಬೇಕಂತ ನಾನು ಇವತ್ತು ಕೇಳ್ತಾ ಇದ್ದೇನೆ. അനീതിക്കെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്ന് പോരാടണമെന്നും എന്നാൽ മാത്രമേ നീതി നടപ്പിലാകൂവെന്നും ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മഹേഷ് ഷെട്ടി തിമിരോടി വ്യക്തമാക്കി. ಧರ್ಮಸ್ಥಳ ರಿಪಬ್ಲಿಕ್ ಧರ್ಮಸ್ಥಳ ಏನಾ ಭಾರತದ ಒಳಗೆ ಇಲ್ಲ, ಅದು ಭಾರತ ದೇಶದ ಒಳಗೆ ಇಲ್ಲ, ಅದು ಬೇರೆ ದೇಶ. ಅದು ಅದಕ್ಕೆ ಕಾನೂನೇ ಬೇರೆ, ಅದಕ್ಕೆ ಪೊಲೀಸ್ ಇಲಾಖೆಯೇ ಬೇರೆ, ಅದಕ್ಕೆ ರಾಜಕೀಯ ವ್ಯವಸ್ಥೆ ಬೇರೆ. ನಾವು ಹೇಳೋದು ಅಲ್ಲೆಲ್ಲ ವಿಧಾನಸೌಧ ಮಾಡಬೇಕು, ಧರ್ಮಸ್ಥಳದಲ್ಲಿ ವಿಧಾನಸೌಧ ಮಾಡ್ಬೇಕು. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಎಲ್ಲ ಈ ಅತ್ಯಾಚಾರಿಗಳ ಚೇಲಗಳು ಇವರು. ಅದಕ್ಕೆ ಹೇಳುವಂಥದ್ದು ಇಲ್ಲಿ ನ್ಯಾಯ ಸಿಗುವುದಿಲ್ಲ. ಅದಕ್ಕೆ ಒಂದು ಒಳ್ಳೆ ರೀತಿಯ ಈ ದೇಶದ ಕಾನೂನಿನ, ಈ ದೇಶದ ಧರ್ಮದ, ಈ ದೇಶದ ಎಲ್ಲ ವರ್ಗದ ಜನರ ಮೇಲೆ ನಂಬಿಕೆ ಇದ್ದಂಥವರನ್ನು ಸೇರಿಸಿಕೊಂಡು ಒಂದು ಒಳ್ಳೆ ಟೀಮ್ ಮಾಡಿ ತನಿಖೆ ಮಾಡಿ, ಆದ್ರೆ ಮಾತ್ರ ಸತ್ಯ ಹೊರಗಡೆ ಬರ್ತದೆ. ಇಲ್ಲ ಬರ್ತದೆ, ಇದು ಜಗಜ್ಜಾಹಿರಾಗಬೇಕು. പോലീസ് തനിക്ക് ಯಾಕೆ ಮಾಡೋದಿಲ್ಲ? ധർമ്മസ്ഥലയിൽ നിന്ന് KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇന്നലെ 1ാം ദിവസത്തെ പരിശോധന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തി കാണിച്ച സ്ഥലം, ചൂണ്ടിക്കാണിച്ച സ്ഥലം 13 ഇടങ്ങൾ, അതിൽ ആദ്യ സ്ഥലത്തായിരുന്നു പരിശോധന. 2ാം ദിവസത്തെ പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തെങ്കിലും സൂചനകൾ, അതല്ലെങ്കിൽ മണ്ണ് പരിശോധനയിൽ ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ബൈജു? ഇപ്പോൾ ഈ 2ാം ദിന പരിശോധന പൂർണ്ണമായും വനമേഖല കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ പ്രവേശനമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതാണ് ആ വനമേഖല. വലിയ തോതിൽ ഒരുപാട് ആളുകളെ കുഴിച്ചിട്ട് ഇത്തരത്തിലുണ്ട് എന്ന് പറയുന്ന പ്രദേശമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് സമീപത്ത് കാണാം 8ാം നമ്പർ, അതായത് 8ാമത്തെ പോയിന്റാണിത്. ഈ പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ 8ാമതായ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇവിടെയും പരിശോധന നടത്തേണ്ടതുണ്ട്. നിലവിൽ 1ാമത്തെ പോയിന്റും 2ാമത്തെ പോയിന്റും നേത്രാവതി പുഴയുടെ തീരത്താണ്. അത് റവന്യൂ ഭൂമിയാണ്. അവിടെ ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ വലിയ തോതിൽ വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 2 അടി കുഴിച്ചപ്പോൾ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം കൊണ്ടുകൊണ്ട് അവിടെ മുന്നോട്ട് ഇത്തരത്തിൽ പരിശോധന നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ന് വനമേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന അതിന് തയ്യാറെടുത്തത്. നമുക്ക് ഒന്ന് ദൃശ്യങ്ങളിൽ പോയാൽ കൃത്യമായി കാണാം. ഇതാണ് ആ ദേശീയപാത. ഈ ദേശീയപാതയുടെ ഇതിലൂടെ എത്തി ഇത്തരത്തിൽ മൃതദേഹങ്ങൾ വാഹനങ്ങളിൽ എത്തിച്ച്, അതായത് മാരുതി ഓമിനി അതുപോലെ തന്നെ ജീപ്പ് കേന്ദ്രീകരിച്ച് മൃതദേഹങ്ങൾ എത്തിച്ച് ഇയാൾക്ക് നൽകുകയും പിന്നീട് ഇതിന് തൊട്ട് സമീപത്ത് കാണുന്ന ഈ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മൃതദേഹം അടക്കം ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ആ സ്ഥലം. ഇതൊരു മാർക്ക് ചെയ്ത സ്ഥലമാണ്. ഇവിടെ നമ്പർ കാണാം നമുക്ക് കൃത്യമായി. ഇത് 8ാം നമ്പർ സ്ഥലം. ഇതാണ് 8ാം നമ്പറാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്. ഇവിടെ പരിശോധന നടത്തിയിട്ടില്ല. ഇവിടെ ഇത്തരത്തിൽ മാർക്ക് ചെയ്ത് വെച്ച മാത്രമാണ്. ഇതെല്ലാം വനമേഖലയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. മാത്രമല്ല ഈ നേത്രാവതി പുഴയുടെ തീരം കൂടിയാണ്. ഇവിടെയാണ് ഇനി അടുത്ത പരിശോധന നടക്കുന്നത്. ഇതിന് തൊട്ട് സമീപത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഈ വനമേഖലയാണ്, പൂർണ്ണമായും വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ
ഉപയോഗിച്ചുള്ള ഒരു പരിശോധന മാത്രമേ ഇപ്പോൾ സാധ്യമാകൂ. ഏതെങ്കിലും തരത്തിൽ JCB ഉൾപ്പെടെ ഈ വനത്തിനകത്ത് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, SITയിലെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, അതുകൂടാതെ ഫോറൻസിക് വിദഗ്ധരും ഉൾപ്പെടെ ഇപ്പോൾ ഈ പരിശോധനയിലുണ്ട്. നമുക്ക് രാവിലെ കാണാൻ സാധിച്ചത് ടോമെ 11 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഇവിടെ ഈ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് ഈ സംഘമെത്തിയത്, SIT സംഘമെത്തിയത്. ആ സമയത്ത് ഈ ശുചീകരണ തൊഴിലാളിയുമായി നേത്രാവതി പുഴയുടെ തീരത്ത് നിന്നും ഇവർ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്ന. അതിൽ പൂർണ്ണമായും ഈ ശുചീകരണ തൊഴിലാളിയെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് ഈ അന്വേഷണത്തിന് എന്ന് വേണം ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ. അരമണിക്കൂറോളം ഇവർ രാവിലെ ആലോചിച്ചു ഏത് ഭാഗങ്ങളിലാണ് തെരച്ചിൽ നടത്തേണ്ടത്. കാരണം നേത്രാവതി പുഴയോരത്ത് നടത്തുന്ന തെരച്ചിലിൽ ഇത്തരത്തിൽ വെള്ളം കയറി വരുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഫലപ്രദമല്ല എന്ന് കണ്ടതുകൊണ്ടാണ് പിന്നീട് ആ വനത്തിനകത്തുള്ള ഇടങ്ങളിൽ, അതായത് ഇവിടെ ഒരു 8 പോയിന്റോളം ഇതിന് സമീപത്ത് തന്നെ 8 പോയിന്റോളം ഇത്തരത്തിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്തത് മാത്രമല്ല അവിടെ പോലീസ് കാവലും ഏർപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ പോലീസിന് കാവലും കാണാം. ഇതാണ് ടോമെ ഈ സ്ഥലം. ഇതിപ്പോൾ ഇവിടെ പോലീസ് 24 മണിക്കൂറും ഇവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാതിരിക്കാനാണ് ആയുധമേന്തിയ പോലീസിനെ തന്നെ ഈ സ്ഥലത്ത് നിയോഗിച്ചത്. അതായത് 2 ദിവസം മുമ്പാണ് ഇവിടെ ഇത്തരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അത് മുതൽ ഈ സമയം വരെ ഇവിടെ പോലീസിന്റെ കാവലുണ്ടെന്നാണ് നമുക്കിത് കാണാം. ഈ വനങ്ങളിലെല്ലാമാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഒരുപാട് കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. പോലീസ് വാഹനം പോകുന്നത് നമുക്ക് കാണാം. വലിയ പോലീസ് സുരക്ഷാ സംവിധാനത്തിലാണ് ഇപ്പോൾ ധർമ്മസ്ഥല ഉള്ളതെന്നും പറയേണ്ടി വരും. ഈ ശുചീകരണ തൊഴിലാളിയും കൊണ്ട് രാവിലെ എത്തുമ്പോൾ തന്നെ പോലീസ് സുരക്ഷ, ശക്തമായ പോലീസ് സുരക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വനത്തിനകത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് അവിടെ പ്രവേശനമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അകത്തുള്ള ദൃശ്യങ്ങൾ കാണാമായിരുന്നു. കാരണം ഇത് പൂർണ്ണമായും വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. എന്തായാലും പരിശോധന സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ അല്പസമയത്തിനകം തന്നെ അത്തരം നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുഴയോരത്തുള്ള പരിശോധന സാധിക്കാത്തതുകൊണ്ടാണ് ഈ വനമേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക് രണ്ടാം ദിവസത്തെ പരിശോധനയിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പല സംശയങ്ങളും ഉയരാം. കാരണം ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് ഭയം കാരണം പിന്നീട് അവിടെ നിന്നും മാറേണ്ടി വന്നു, ഇപ്പോൾ കുറ്റബോധം കാരണം ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയെന്നാണ്. പക്ഷെ അതിനപ്പുറം മറ്റെന്തെങ്കിലും പല സംശയങ്ങളിലേക്ക് ഒരുപക്ഷെ വിരൽ ചൂണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ കാര്യങ്ങൾ നീങ്ങില്ലേ? കാരണം 2 ദിവസമായി ഇദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളാണ് അവിടെ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഓരോ നമ്പർ ഇട്ട് 13 നമ്പറുകളായി തിരിച്ച് പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം ഇയാൾ തന്നെ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തൊന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2ാം ദിവസവും പരിശോധന മണിക്കൂറുകൾ പിന്നിടുന്നു, യാതൊരു സൂചനയുമില്ല. അതല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തു നിന്നും ആ തെളിവുകളടക്കം നശിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? അത്തരം സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ടോ? ടോമെ, അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം അത് ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 11 മണിക്കാണ് ഈ സംഘം ഇയാളെയും കൊണ്ട് എത്തിയത്. ആ സമയത്ത് അയാളുടെ മുഖത്ത് അയാൾ കൃത്യമായ ഒരു വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് പോലീസ് അത് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇന്നലത്തെ പരിശോധന 5 മണിക്കൂർ മാത്രമാണ് നീണ്ടുനിന്നത്. അതും ഈ റോഡിന് തൊട്ട് സമീപത്താണ്. വലിയ തോതിൽ ഇവിടെ റോഡ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ നിർമ്മാണം നടന്നതാണ്. അതിന്റെ മണ്ണുകളൊക്കെ ആ പ്രദേശത്ത് നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ ആഴത്തിൽ കുഴിയെടുക്കേണ്ട ഒരു സാഹചര്യം വരും. അവിടെ അങ്ങനെ കുഴിയെടുക്കാൻ ഇപ്പോഴത്തെ കാലാവസ്ഥ അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം 2 അടി കുഴിക്കുമ്പോഴേക്കും വലിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് 1ലും 2ലും സമാന സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് വനത്തിനകത്ത് ഇത്തരത്തിൽ കുഴിയെടുത്ത് പരിശോധനയിലേക്ക് കടക്കുന്നത്. അത് നമുക്ക് നേരത്തെ കാണാം. ഇയാൾ തെളിവിനായ ഒരു പ്രത്യേകാവശിഷ്ടം നേരത്തെ എടുത്തിരുന്നു. അതും ഇതിനകത്ത് തന്നെയാണ്. അതൊരു പക്ഷേ നമ്മളൊക്കെ നേരത്തെ ആ സ്ഥലത്ത് പോയി അതിന്റെ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ചതാണ്. ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ